നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +1 ഫിസിക്സ് വളരെ അടുത്ത് കഴിഞ്ഞ പരീക്ഷ. നമ്മൾ 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്, പ്രോബ്ലംസ് ഇട്ടിട്ടുണ്ട്, വീഡിയോസ്, ഷോർട്ട് വീഡിയോസ് ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ സീനിയേഴ്സിന് പ്രയോജനം ആയതുപോലെ നിങ്ങൾക്കും പ്രയോജനമാകട്ടെന്ന് വിചാരിച്ചാണ് ഇതെല്ലാം മാഷ് ചെയ്തത്. കൂടുതൽ എല്ലാ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. പല കുട്ടികളും ചോദിച്ചിട്ടുണ്ട് 55 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഇടുമോ മാഷ് ചെയ്യുന്നത്. അതിൻ്റെ ഫുൾ ആൻസേഴ്സിൻ്റെ നോട്ട്സ് നിങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ഇട്ടിട്ടുണ്ട്, എല്ലാ ചാപ്റ്റേഴ്സും. നിങ്ങൾക്ക് അത് നോക്കിയെടുക്കാൻ ഒരു അരമണിക്കൂർ പോലും വേണ്ട, ഫുൾ ഇട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല കേട്ടോ. അന്നേരം അതെല്ലാത്തിൻ്റെയും വളരെ ഷോർട്ടായിട്ടും വളരെ സിമ്പിളായിട്ടുള്ള നോട്ട്സ് ഇട്ടിട്ടുണ്ട്. പ്രോബ്ലംസ് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കുക, ഒരു ടെൻഷൻ വേണ്ട. അന്നേരം ഞാൻ വീഡിയോയിലോട്ട് കയറുകയാണ്. മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് ഏറ്റവും വലിയ ചാപ്റ്ററാണ്. എവിടെ നിന്ന് തുടങ്ങണം, എവിടെ നിന്ന് അവസാനിപ്പിക്കണമെന്ന് പോലും പലർക്കും അറിയത്തില്ല. ഇതിനകത്ത് ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. അത് ഉറപ്പിക്കുക. 5 കാര്യങ്ങൾ പറയുന്നത് എടുത്ത് ശ്രദ്ധിച്ച് കേൾക്കുക. 1, നമ്പർ 1, പാസ്കൽസ് ലോ. എന്തൊക്കെ കാര്യങ്ങൾ എഴുതണമെന്ന് പറയാം. പാസ്കൽസ് ലോ എന്തെണ്ണം, ആ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. അല്ലെ പ്രഷറിൻ്റെ ചെറിയ സിലിണ്ടറിൽ നിന്ന് വലിയ സിലിണ്ടറോട് പോകുമ്പോൾ പ്രഷർ ഈക്വലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പടം വരച്ചാൽ നല്ലതാണ്. ഹെവി ലോഡ് ലിഫ്റ്റ് ചെയ്യുന്നത്. പാസ്കൽസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പഠിക്കണം. ഹൈഡ്രോളിക് ലിഫ്റ്റ് ആപ്ലിക്കേഷൻ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. പ്രൂഫ് ഓഫ് പാസ്കൽസ് ലോ, അതായത് എല്ലായിടത്തെയും പ്രഷർ ഈക്വൽ ആണെന്നുള്ളതിൻ്റെ പഠിച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങൾ പാസ്കൽസ് ലോ. ഇതാണ് ഒരെണ്ണം. 2, ബെർണോളിസ് തിയറം. ബെർണോളിസ് തിയറത്തിന് ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. പല കുട്ടികളും ഡയഗ്രാം ഒന്നും വരയ്ക്കാതെ വരയ്ക്കും, മാർക്ക് കിട്ടത്തില്ല. ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. ബെർണോളിസ് തിയറത്തിൻ്റെ ഡയഗ്രാം, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ലോ കൃത്യമായിട്ട് എഴുതണം, തിയറം കൃത്യമായിട്ട് എഴുതണം. അതിൻ്റെ ഇക്വേഷൻ P/ρ + GH + ½ V² = കോൺസ്റ്റന്റ്. അത് 2 സെക്ഷനുള്ള പൈപ്പ് ആണെങ്കിൽ P1/ρ + GH1 + ½ V1² = P2/ρ + GH2 + ½ V2². അത് നന്നായിട്ട്. അതിൻ്റെ പ്രൂഫ് ഓഫ് ബെർണോളിസ് തിയറം, അതിൻ്റെ കൂട്ടത്തിൽ ആപ്ലിക്കേഷൻസ് ഓഫ് ബെർണോളിസ് തിയറം. അതിനകത്ത് മെയിനായിട്ട് ഈ ആപ്ലിക്കേഷൻ പഠിച്ചുകൊണ്ട് പോകുക. വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ് ഓഫ് എ ലിക്വിഡ്. അതിനകത്ത് തന്നെ വരുന്നതാണ് ടോറിസെല്ലിസ് തിയറം. അന്നേരം ഈ ടോപ്പിക് പഠിക്കുമ്പോൾ ഇങ്ങനെ വേണം പഠിച്ചു പോകാൻ. അല്ല ചുമ്മാ എന്തെങ്കിലും പാസ്കൽസ് ലോ മാത്രം പഠിക്കുക, ബെർണോളിസ് തിയറം മാത്രം പഠിക്കുക. ഞാൻ ഈ പറയുന്ന രീതിയിൽ പഠിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് ഓക്കെയാണ്. 3, ടെർമിനൽ വെലോസിറ്റി. ടെർമിനൽ വെലോസിറ്റി പഠിക്കുന്നതിന് ഉറപ്പായിട്ടും സ്റ്റോക്സ് ഫോർമുല പഠിച്ചിരിക്കണം. F = 6π∗RV. അതാണ് സ്റ്റോക്സ് ഫോർമുല. അതിൻ്റെ കൂട്ടത്തിൽ ടെർമിനൽ വെലോസിറ്റി, അതിൻ്റെ ആപ്ലിക്കേഷൻ, അതിൻ്റെ ഡെറിവേഷൻ. VT = 2/9 R²dg/η. ഡെറിവേഷൻ ഡെറിവ് ചെയ്ത് പഠിക്കണം. അതാണ് 3. 4, ക്യാപ്പിലാരിറ്റി. ക്യാപ്പിലാരിറ്റി പഠിക്കുമ്പോൾ ആദ്യം ആംഗ്ലോ കോണ്ടാക്ട് പഠിക്കണം. ക്യാപ്പിലാരിറ്റി എന്താണെന്ന് പഠിക്കണം. ക്യാപ്പിലറൈസിൻ്റെ ഡെറിവേഷൻ പഠിക്കണം. H = 2s cos θ/r(ρg) എന്ന് പറയുന്ന ഫൈനൽ ഇക്വേഷൻ കിട്ടുന്നത്. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ക്യാപ്പിലാരിറ്റി, അതും പഠിച്ചിരിക്കണം. അത് ആ ഇക്വേഷൻ തന്നെ ഉണ്ട്. 2s cos θ/r(ρg). S എന്ന് പറയുന്ന സർഫസ് ടെൻഷൻ, തീറ്റ ആംഗ്ലോ കോണ്ടാക്ട്, 2s cos θ/r(ρg). R എന്ന് പറയുന്ന റേഡിയസ്, റോ എന്ന് പറയുന്ന ഡെൻസിറ്റി, G എന്ന് പറഞ്ഞ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. 5 ഫാക്ടേഴ്സായി. എനി 2 ഫാക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഈ 5 കാര്യങ്ങൾ ഇപ്പം 4 കാര്യങ്ങളായി. 5, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. വളരെ സിമ്പിളാണ്. A1 V1 = A2 V2 = a കോൺസ്റ്റന്റ്. ഈ 5 എണ്ണം നിർബന്ധമായിട്ടും മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിൽ പഠിച്ചുകൊണ്ട് പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരത്തില്ല. നിർബന്ധമായി പഠിക്കണമെന്നാണ് മാഷ് പറയുന്നത്. മാക്സിമം കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ. മറക്കരുത്. ചർവറ ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് വരും. നിങ്ങൾക്ക് 18 മാർക്ക് കിട്ടാനും 36 മാർക്ക് കിട്ടാനും ഫുൾ മാർക്ക് കിട്ടാനും ഒക്കെ ഉള്ളവർക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്പെടും. ഡോണ്ട് മിസ് ഇറ്റ്.